ഹായ് ഓൾ, എല്ലാവർക്കും മുസിസ് നോട്ട്ബുക്കിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ട് തന്നെയാണ്. ഇന്ന് ചാരുവിൻ്റെ പ്രീ ലോഞ്ചിങ് സെറമണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെയ്ത്തൂണിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ജെയ്ത്തൂണിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ ജെയ്ത്തൂണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം, ചാരുവിൻ്റെ പ്രോഗ്രാമിലേക്ക് ആയി നോക്കാം. ആർക്കും ഇന്ന് ജോലിയില്ല. ഐ ഹോപ്പ് സോ എല്ലാവരും റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ യു ഗോട്ട് ടു ബി റിയലി പവർഫുൾ. ഓക്കേ, സോ ഹലോ എവരിവൺ. ദാറ്റ്സ് എ സ്പിരിറ്റ്. ഓക്കേ, നമുക്കറിയാം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇറ്റ്സ് ഫോർ എ വെരി വെരി യുണീക് ഡേ. ഭയങ്കര ബ്ലിസ് നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. സോ മെനി പീപ്പിൾ അമംഗ്സ്റ്റ് us, അവർക്ക് എന്താ പറയാ, അവരുടെ ഈ ഡ്രീം കം ട്രൂ എന്ന് കേട്ടില്ലേ, അങ്ങനത്തെ ഒരു വെരി ഹാപ്പി day ആണ്. So we've got to support them, we've got to nourish them, we've got to help them come out for more and more better works. So are you guys ready for that? All right, so ladies and gentlemen, with wide open arms, with full out of my heart, let me welcome you all to the most auspicious, most awaited event, that is the launch of the album titled Charu. Put your hands together for this wonderful work, please. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിജു. ഞാനാണ് ഈ പാട്ട് എഴുതിയത്. അപ്പോൾ ഒരു ഔപചാരികതയുടെ മേലങ്കറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നു, നല്ല അഭിമാനിക്കുന്നു. ആ കൂട്ടായ്മ ഇത്രയും പേരെ ഈ ഒരു ഹാളിൽ എത്തിച്ചതിൽ ഞാൻ തീർച്ചയായും വളരെ സന്തോഷവാനാണ് പേഴ്സണലി. ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്, ആത്മസംതൃപ്തിയുടെയും. ഏതൊരു കലാകാരനെ സംബന്ധിച്ച് അതിൻ്റെ സൃഷ്ടികൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ്, മറ്റുള്ളവർ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ്, അതിനെപ്പറ്റി വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ ആ ദൗത്യം കുറെയെങ്കിലും പൂർണ്ണമാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആ കൂട്ടായ്മയിൽ പിറവിയെടുത്ത മനോഹരമായ, ഞാനല്ല പറയേണ്ടത്, കണ്ടിട്ട് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്, ഒരു ആൽബം, മ്യൂസിക് ആൽബം. ഇതിൻ്റെ ഔപചാരികമായ പ്രകാശന വേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സംരംഭം പൂർണ്ണമാവണമെങ്കിൽ അതിൽ കുറേ പേരുടെ എഫേർട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറയേണ്ട ഒരാളുണ്ട്, അതിന് ഈ സ്വാഗത പ്രസംഗം നടത്തേണ്ട ഒരാൾ മിസ്റ്റർ അഷ്റഫ് എവിടെയാണ്? അദ്ദേഹം ഈ സ്വാഗത പ്രസംഗം എന്നെ ഏൽപ്പിച്ചതാണ്, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഖത്തറിൽ സിനിമാമോഹവുമായി നടക്കുന്ന ഒരു യുവാവിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അപ്പൊ നമ്മൾ വളരെ എത്ര പെട്ടെന്നാണ് ചില സൗഹൃദങ്ങൾ ഡെവലപ്പ് ആവുന്നത്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം തന്നു വിട്ടിട്ടുണ്ട് വൈക്കാൻ ഡ്യൂട്ടിക്ക്, ആ പാട്ട് കേൾപ്പിക്കുകയും അത് പൂർണ്ണ സമ്മതത്തോടുകൂടി അതിന്റെ എഫേർട്ട് സിജോ വരൂ. സിജോ വളരെ അഭിമാനത്തോടെ പറയട്ടെ, വേറൊരു നേഴ്സാണ്. ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ ഹമാദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാട്ടിന്. ദേവേട്ടൻ നേഴ്സാണ്, ഇദ്ദേഹം നേഴ്സാണ്, ഇദ്ദേഹം മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണ്. പോരാത്തതിന് എൻ്റെ അസോസിയേറ്റ് ആയി വർക്ക് ചെയ്ത പയ്യനും നേഴ്സാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ പാട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സാക്ഷ്യം കേൾക്കാൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ ഓഫ് നഴ്സസ് അടക്കമുള്ള ആൾക്കാർ ഈ ഫംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഒരാൾ കൂടെ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തോട്ടെ. ഞങ്ങൾക്ക് ഇതിന് മാർഗനിർദ്ദേശം നൽകിയ ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുകയും അദ്ദേഹം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഗൈഡൻസ് ത്രൂ ഔട്ട് ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റണ്ട് സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും ഈ പാട്ട് കാണുക, കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം, സുസ്വാഗതം. ഈ വിളക്ക് തെളിയിച്ച് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനായി ലെറ്റ് മീ വെൽക്കം
Our chief guest, very renowned Dr. Acutely and well-known artist Dr. Sri Kumar. Another favorite company. Along with that, Dr. Saju, who works at Al-Dhafra and yet another film actor. And then we have Mr. Bijoy Chaku, who is the HMC Director of Nursing and the President of Federation of Indian Nurses, Qatar, and all the crew members who have supported and have worked behind Charu and album. So let me call individually. We have Devanand, the music director, producer Ashraf, director Siju Anthony Aluka, singer Neeta, and also the lyricist Shiju R. Kanai. I hope this time I'm right. Okay, so shall we begin? It's a very important function and that is officially inaugurated. So let them get ready for that. Alright, so first we have a chief guest, Dr. Sri Kumar. Officially, Charu album launch officially inaugurate Awana. Please. And then we voting later. Dr. Sri Kumar, our chief guest. Dr. Saju from Al-Dhafra, he works at Al-Dhafra and he is an amazing film actor. Followed by we have Mr. Joy Chaku. As I told you, he is the Director of Nursing at HMC and the President of Federation of Indian Nurses, Qatar. Yet another round of applause, please. Thank you for that. Nalukku advoodayikku Janu Ashrafum Devan thammilulla relation runs around 12 years. ഞാൻ ദോഹയിൽ വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട ആൾക്കാരാണ് ഞാൻ അഷ്റഫും ദേവനും. പിന്നെ ഐ എം ഷുവർ ഐ വിഷ് ഓൾ ഓഫ് യു വെരി ഇങ്ങനെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. യു വിൽ ബി പ്രൊഡ്യൂസിംഗ് മോർ, യു വിൽ ബി ഡയറക്ടിംഗ് മോർ, ഓഫ് കോഴ്സ് യു വിൽ മേ ബി ഡയറക്ടർ മ്യൂസിക്കൽ. അദ്ദേഹം കൂടുതൽ വരി വരായിട്ട് എഴുതട്ടെ. ദേവൻ തീർച്ചയായിട്ടും പാടിക്കൊണ്ടിരിക്കും, അതിന് സംശയമില്ല. സോ ഐ വിഷ് യു ഓൾ എ ഗ്രാൻഡ് സക്സസ്. താങ്ക് യു ഓൾ. Devanand, the music director and also singer of this album. Once again to Mr. Devanand. 5-8 വർഷം മുമ്പ് നമ്മുടെ അഷ്റഫിന്റെ ഒരു ആഗ്രഹമായിട്ട് എന്നെ സമീപിച്ചിരുന്നു. എനിക്കൊരു പാട്ട് ചെയ്യണമെന്നുണ്ട്, അതിൽ അഭിനയിക്കണം എന്ന് താല്പര്യമുണ്ട്. അങ്ങനെ തിരൂർ കൃഷ്ണൻകുട്ടി എഴുതിയ ഒരു താരാട്ടുപാട്ട് ചെയ്യാൻ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് നടന്നില്ല. വീണ്ടും അദ്ദേഹം എന്നെ സമീപിച്ചു. അത് എം ജയന്തന്റെ ഒരു വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് ഇതുപോലെ നാട്ടിന്റെ മനോഹാരിതയിൽ ഒരു വീഡിയോ ആൽബം ചെയ്യണം. ആയിക്കോട്ടെ, അതിനെന്താണ്, നമുക്ക് പാട്ട് പഠനത്തിന് റെഡിയായിട്ടല്ലേ ചോദിച്ചു. എൻ്റെ കയ്യിൽ ഒരു ട്യൂണുണ്ട്. ആ ട്യൂണ് ഞാൻ 2 ലിറിസിസ്റ്റിന് ഇതിന് മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ലിറിസിസ്റ്റ് പല്ലവി മാത്രം എഴുതി അയാൾ നോക്കി. ഇങ്ങനെ പല്ലവി ട്യൂൺ ചെയ്ത് പിന്നീടാണ് ഞാൻ ഷിജു ആർ ഖാനയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടത് വളരെ സോഫ്റ്റാണ് അദ്ദേഹം. അത് എൻ്റെ ക്യാരക്ടറായിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഷിജുവിൻ്റെ കേരളത്തിൽ നമുക്ക് പ്രിയ ഡയറക്ടർ സിജു ആന്റണി, അദ്ദേഹം അടുത്ത മൂവി പിടിക്കാൻ പോവുകയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് നിങ്ങൾ കാണാൻ പോവുകയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇത്രമാത്രം സംസാരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു ഡ്രീം കം ട്രൂ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ദുട്ടാണ്, അല്ലേ? അപ്പൊ അത് ഇറക്കാൻ ഒരാൾ വേണം. പക്ഷെ അത് മാത്രം പോരാ. ഈ പറയുന്ന ഇറക്കാൻ താല്പര്യമുള്ള വ്യക്തിക്ക് he should be a passionate lover of music. അതെല്ലാം കൂടെ ചേരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ producer would be a very supportive producer, a very successful album. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് we fortunately have with us, and that is Ashraf Manzil. So he's got to speak something. Okay, ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ടീംകാരുടെ ഈ നല്ല മുഹൂർത്തം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഈ ഒരു നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഈ ആൽബത്തിന്റെ ട്രൂ ലൈഫ് കൊടുത്തിരിക്കുന്ന അതിന്റെ വിഷ്വലൈസേഷൻ, ഡയറക്ടോറിയൽ എഫേർട്സ് ആൻഡ് സോ മെനി തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ ഈ വിളിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി മനസ്സിലായി കാണും ദി ഡയറക്ടർ ഓഫ് ദിസ് ആൽബം ചാരു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാം ഇവിടെ ഷിജു പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എല്ലാം ഇവിടെ കുറച്ച് പേർക്ക് അറിയാം.
നമ്മുടെ എൻ്റെ സിനിമാ മോഹം എങ്ങനെയാണ് ഞാനൊരു 4-5 മീറ്റിംഗ് കൂടി എല്ലാവരും വിളിച്ച് എങ്ങനെ മുമ്പോട്ട് പോകാം നമ്മുടെ ഡോക്ടറിനോട് ഈ പറഞ്ഞ മാതിരി ഡോക്ടറിനോട് ഞങ്ങളും ഒരു അഡ്വൈസ് പുള്ളിക്ക് സിനിമ ഫീൽഡായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ജിജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പുള്ളിയും സിനിമ ട്രാഫിക്കിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കൂടിയാണ്, പിന്നെ സ്റ്റീഫിൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ കുറേ അഡ്വൈസ് കിട്ടി ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഷിജു ചേട്ടനെ പരിചയപ്പെടുന്നത്. ഷിജു ചേട്ടൻ വഴിയാണ് അഷ്റഫ് ഖാനെയും ദേവായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് സ്പീച്ച് ഒന്നും പറയാനാവില്ല. ദേവാനന്ദ നമ്മളോട് 2 വാക്ക് സംസാരിക്കാം, പക്ഷെ എനിക്ക് സ്പീച്ച് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് എനിവേസ് താങ്ക്സ് ടു ദേവാനന്ദ് ത്രൂ ആണ് ഷിജുവിനെ പരിചയപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ റെക്കോർഡിംഗ് ടൈമിൽ സനൂപിനെ പരിചയപ്പെട്ടു. എന്തായാലും പാട്ട് ഗംഭീരമാണ്, സൂപ്പർ കോമ്പോസിഷൻ. ഇപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു, താങ്ക്സ് ടു ചാരു ടീം. താങ്ക് യു. Such a lovely person. unveiling moments ആയിരുന്നു ഇത്. നല്ലൊരു കൈ കൊടുക്കാം അല്ലേ? Thank you so much. You can be seated. So അങ്ങനെ officially we have the video CD. അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞു, നമുക്ക് അടിപൊളി പാട്ട് കേട്ടു. We heard few people talking about the stories. അങ്ങനെ കുറെ സംഭവങ്ങൾ കഴിഞ്ഞു. But definitely നമ്മളെല്ലാം ഇവിടെ കാത്തിരിക്കുന്നത് is to watch, enjoy this album. അല്ലേ? അതിനല്ല വന്നിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ വന്നിരിക്കുന്നത് ഈ ആൽബം ഇവരുടെ എഫേർട്ട് കാണാൻ, ആസ്വദിക്കാൻ, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. So why not move on to the preview of Charu? Are you guys ready for that? Technical team ഒക്കെ ready ആണോ? Yeah? Okay, so we're gonna switch off the lights. Guys, ബാക്കിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി ഫ്രണ്ടിലേക്ക് കയറി വരിക. ഓക്കെ,
we're gonna have quickly few people walking up to the stage. They're gonna speak few words about the team, about their work, about their splendid work. So let me call upon the very first person, Sanskriti Association representative Biju P. Mangalam. നമസ്കാരം. ചാരുവിന്റെ ചാരുതയും മനമയങ്ങി നിൽക്കുകയാണ്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പരിപാടി ആൽബം ലോഞ്ചിങ്ങിനൊക്കെ ആദ്യത്തെ ഉള്ള സംസാരങ്ങൾ നമ്മൾ അങ്ങനെ മുഖവിലേക്ക് എടുക്കാറുണ്ട്. കാരണം അത് നാച്ചുറലാണ്. നമ്മൾ ഏത് പരിപാടിയിൽ ബന്ധപ്പെടുന്നു ആ പരിപാടിയുടെ ഭാഗമായിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് കുറച്ച് നന്നായിട്ട് പറയുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമായിരുന്നു എന്ന് തോന്നുന്നു. വളരെ മനോഹരമായ, അതായത് കൂട്ടായ്മയുടെ ഒരു വലിയ റിസൾട്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. Up next we have a writer, director, actor, and all in one, Mr. Faisal. താങ്ക് യു. ആ പറഞ്ഞില്ല ഞാൻ ചെറിയ കാണാൻ എന്താ പറയാ, ഒരു ചാത്തൽപ്പഴ കൊണ്ട സുഖം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഡയറക്ടറെ, കവി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പ്രണയമൊക്കെ ഓർമ്മ വന്നു, പഴയ പ്രണയമൊക്കെ ഓർമ്മ വന്നു. അതിനവസരം ഉണ്ടാക്കുന്ന എല്ലാവരോടും എന്താ പറയാ, അമേസിങ്. Next we're going to have yet another writer, director, Mr. Pradeep. ഹലോ, ഞാൻ റൈറ്റർ ഒന്നല്ല, നമ്മൾ എഴുതാറില്ല, നേരിട്ട് തന്നെ ചെയ്യാറുള്ളൂ. നമ്മൾ റൈറ്റിംഗ് അവിടെ ഉണ്ടാവാറില്ല. സോറി. വളരെ നന്നായിട്ട് ദേവാനന്ദ് എവിടെ പോയി? യെസ്, ദേവാനന്ദ് ഇവരെയൊക്കെയാണ് എനിക്ക് കൂടുതൽ പരിചയം. ഞങ്ങളൊരു മുമ്പ് കുറച്ച് എപ്പിസോഡ്സ് ഇവരുടെ സോങ്സിൻ്റെ ഒക്കെ ചെയ്തിരുന്നു. അതുവഴിയായിട്ട് പരിചയപ്പെട്ടുള്ള ബന്ധങ്ങളാണ്. വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ടർ നിങ്ങൾക്ക് സിനിമ ചെയ്യാം. So moving on to the next person, we have Gafur, all the way from Kozhikode Pravasi Association. He's representative of that. We can have Mr. Gafur on the stage, please. Thank you. ചാരു എല്ലാ അർത്ഥത്തിലും നല്ല ശാരദയുള്ള വെച്ച് മാറിയിട്ടുണ്ട്. ഞാനൊരു ആസ്വാദനാണ്. 30 വർഷം മുൻപ് ദേവാനന്ദ്, അതായത് ഞാനും ദേവാനന്ദ് ഒരേ കോളേജിലായിരുന്നു പഠിച്ചത്, ആർട്സ് കോളേജിൽ. അതേ ശബ്ദവും അതേ സൗന്ദര്യവും ദേവാനന്ദ് നേരിട്ടുന്നുണ്ട്. So we have Mr. Pranjit, a wonderful singer. Let me call upon Mr. Pranjit onto the stage and let us see what he's got to say. Mangalam, please. He's an amazing singer, Mr. Pranjit. നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു പ്രേംജി നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോടാണ്, ദേവേട്ട നാട്ടുകാരനാണ്. 8 വർഷമായി ഇവിടെ. ഏകദേശം 7 വർഷത്തോളമായി ദേവേട്ടനെ പരിചയപ്പെട്ടിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര വലിയൊരു സിംഗറൊന്നുമല്ല, പക്ഷേ എന്നിലുള്ള ചെറിയ കഴിവുകൾ മനസ്സിലാക്കി എന്നെ ആദ്യമായിട്ടൊരു വേദിയിൽ പാടിപ്പിച്ചത് ദേവേട്ടനാണ്. So the next we have an actor, and that is Mr. Manish. Kindly come up on stage and let's hear what he's got to say. നമസ്കാരം. ചാരു വളരെ മനോഹരമായ ഒരു പേര്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അത് കാണാനുള്ള ആകാംക്ഷയോട് തന്നെയാണ് എത്തുകയും അത് കണ്ടപ്പോൾ മനസ്സ് പറയുകയും ചെയ്തു. അതൊക്കെ നമ്മൾ ഭയങ്കര പറഞ്ഞ പോലെ ആ ഒരു ടൂണ് മനസ്സിൽ പതിഞ്ഞ് തന്നെ കിടന്നു. So anyone wants to speak anything about the project, comment, critique, whatever it is, it will be open-heartedly accepted. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടേ? ഞാൻ കാണാനല്ലേ പറഞ്ഞേ. Anything you want to see? There. നല്ല കൈയ്യിൽ കൊടുക്കാം please. Is one person all the way coming from there to speak the word. Let's see what it is. Okay. Tagline is the actress, dancer. Thank you so much. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു ആൽബം കണ്ട ഒരു തൃപ്തിയുണ്ട്. നീതേനെയും സുബീറിനെയും ദേവേട്ടനെയും ഫാമിലിനെയും ഒക്കെ നമുക്ക് കുറേ നാളായിട്ട് അറിയാം. നമ്മൾ ഒരുപാട് ആൽബംസ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പാടില്ല, ആങ്കറിങ്, നോട്ട് ആങ്കറിങ് ലൈക്ക് യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം പ്രത്യേകിച്ച് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലോഞ്ച് ഫംഗ്ഷൻ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. ആൽബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയലി ഒരു മൂവി കണ്ട ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. മൂവിയിലൊക്കെ വരുന്ന പോലെ തന്നെ ചെറുപ്പകാലം കാണിക്കുന്നു, പിന്നെ പ്രസന്റ് കാണിക്കുന്നു, അത് അവർ എൻജോയ് ചെയ്യുന്നു. ഇപ്പോഴും
it's really nice, really. Congratulations to all behind this. Thank you so much. ഇപ്പോൾ ചാരുയുടെ ഗായിക എൻ്റെ കൂടെ ഉണ്ട്, നീതു എന്നാണ് പേര്. അവരോട് നമുക്ക് ചാരുവിനെ കുറിച്ച് സംസാരിക്കാം. ചാരുവിനെ കുറിച്ച് സംസാരിക്കാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ചാരുവിൻ്റെ ആൽബത്തിൽ പാടാൻ പറ്റിയത്. ദേവാനന്ദിന് താങ്ക്സ്, ഷിജുവിന് താങ്ക്സ്, ഇതിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു.
അതിൻ്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും അയക്കും. അപ്പോൾ ഇന്ന് കാണിച്ചപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഫുൾ ക്വാളിറ്റി ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ആ ക്വാളിറ്റി അത് ശരിക്കും നമ്മൾ എന്താ ചെയ്ത എഫേർട്ട് കാണണമെങ്കിൽ അത് ഹെഡ്ഫോൺ വെച്ച് തന്നെ കേൾക്കണം. അതിനുള്ള ഒരു മനസ്സുണ്ടാകണം. ഒന്നുകൂടെ ആ വീഡിയോ ആസ്വദിക്കണം, മറ്റുള്ളവരിലേക്ക് പകരണം. അതുമാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഓണപ്പാട്ട് കൂടെ വരുന്നുണ്ട്, അതും കാണുക, കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി അഷ്റഫ് കെയുടെ ഭാഗമായി എല്ലാവർക്കും നന്ദി.